നീറ്റ് യുജി പരീക്ഷയിൽ ഗുജറാത്തിലെ പരീക്ഷാ കേന്ദ്രത്തിൽ നടന്നത് വൻ ക്രമക്കേട്. ഇന്ന് പുറത്തുവിട്ട പരീക്ഷാ ഫലത്തിൽ ഗുജറാത്തിലെ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയതിൽ 85% പേരും യോഗ്യത നേടി. 200-ലധികം പരീക്ഷാർത്ഥികൾ 600-ന് മുകളിലും 12 പേർ 700-ന് മുകളിലും മാർക്ക് നേടി. യോഗ്യത നേടിയത് രാജ്കോട്ടിലെ RK യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ്. സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരീക്ഷാ ഫലം പൂർണ്ണമായും പ്രസിദ്ധീകരിച്ചത്. എന്തായാലും വിവരങ്ങൾ നോക്കാം. സ്വാതി സന്തോഷ് ചേരുകയാണ്. അസിത, നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മാർക്കുകൾ പരീക്ഷാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിന് പിന്നാലെയാണ് ഇന്ന് NTA 12 മണിക്ക് മുമ്പായി ഈ പരീക്ഷാ ഫലങ്ങൾ പരീക്ഷാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ആ പരീക്ഷാ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഗുജറാത്ത് പരീക്ഷാ കേന്ദ്രത്തിൽ വലിയ തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ട്, ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് പരീക്ഷാ ഫലങ്ങൾ. ഗുജറാത്തിലെ രാജ്കോട്ടിലെ RK യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗിൽ നടന്ന പരീക്ഷ എഴുതിയവരിൽ 85% പേരും ഈ പരീക്ഷയിൽ യോഗ്യത നേടിയെന്ന് തെളിയിക്കുന്നത് ഇതിന്റെ ക്രമക്കേടിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് തെളിയിക്കുന്നതാണെന്ന വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. ഇവിടെ നിന്നും പരീക്ഷ എഴുതിയ 200-ലധികം വിദ്യാർത്ഥികൾ 600-ന് മുകളിൽ മാർക്ക് നേടിയിട്ടുണ്ട്. 12 പേർക്ക് 700-ന് മുകളിൽ മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 720 മാർക്ക് ലഭിച്ചപ്പോൾ 2 പേർക്ക് 710, 4 പേർക്ക് 705 മാർക്ക് ലഭിച്ചു. 700 മാർക്ക് നേടിയത് 3 പേരാണ്. 250 ഉദ്യോഗാർത്ഥികളിൽ 600-ലധികം മാർക്ക് നേടിയപ്പോൾ 110 വിദ്യാർത്ഥികൾക്ക് 650-ന് മുകളിൽ മാർക്ക് നേടിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹർജിക്കാരുടെ വാദത്തിന് എതിരായി NTA-യും കേന്ദ്ര സർക്കാരും പറഞ്ഞത് ചിലയിടങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് എന്നാണ്. എന്നാൽ അതിനേക്കാൾ വ്യാപ്തി കൂടിയതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രത്യേകിച്ചും ഗുജറാത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI അടക്കം നിരവധി പേരെ അറസ്റ്റ് ചെയ്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഏറ്റവും ഗൗരവമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഈ പരീക്ഷാ ക്രമക്കേടിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട പരീക്ഷാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് ഉത്തരവിടുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പരീക്ഷാ ഫലം വന്നിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഹർജി വീണ്ടും ജൂലൈ 22-ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളുടെയൊക്കെ മാനങ്ങളൊക്കെയും തന്നെ സുപ്രീം കോടതി പരിശോധിക്കാൻ സാധ്യതയുണ്ട് തന്നെ മനസ്സിലാക്കാം. അസിത.